റോയ് കെ പൗലോസ്, ഇവിടെ ഈ മണ്ഡലത്തിൽ ജയവും തോൽവിയും അറിഞ്ഞിട്ടുള്ള ആളാണ് ഡീൻ കുര്യാക്കോസ്. അപ്പോൾ ജയവും ആവർത്തിക്കപ്പെടാം, തോൽവിയും ആവർത്തിക്കപ്പെടാം. ഇതിൽ ജയിക്കും എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇടുക്കി പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ സ്വാധീനമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. 2014 ഒരു പ്രത്യേക സാഹചര്യം ഈ ജില്ലയിലുണ്ടായിരുന്നു. ചില പ്രത്യേക വിഷയങ്ങൾ, പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു താൽക്കാലിക തിരിച്ചടി എന്നുള്ള നിലയിൽ മാത്രമാണ് ഞങ്ങൾ 2014 തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിൽ ആദ്യം ജയിക്കുന്ന 3-4 മണ്ഡലങ്ങളിൽപ്പെട്ടൊരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഇവിടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ആളുകളോട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ലാൻഡ് ഇഷ്യൂസ്, ഭൂപ്രശ്നങ്ങൾ, പട്ടയം ഉൾപ്പെടെ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിറക്കിയ സർക്കാർ ഉത്തരവുകൾ, ഇതെല്ലാം ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊക്കെ പിന്നീട് വരാം. പക്ഷെ അതിനേക്കാളല്ലോ ഉപരിയായി രാജ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അത് വലിയ നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പറയാറുണ്ട് തിരഞ്ഞെടുപ്പ് നിർണായകമാണ് എന്ന്, എല്ലാവരും പറയാറുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും 1947 ശേഷമുള്ള ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്ര ഗൗരവമുള്ളൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലത്ത് BJPയുടെ ഭരണം, അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം പരിശോധിക്കുമ്പോൾ സമീപകാല BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷേ ഈ 2024 ശേഷം ഒരു തെരഞ്ഞെടുപ്പിന് കൂടി ഈ രാജ്യത്ത് അവസരം ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. വലിയ ഭയപ്പാടാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമരിക്കുന്നു, അതിനോട് യാതൊരു വിശ്വാസവുമില്ല. മതേതര മൂല്യം, ഈ രാജ്യം ഏറ്റവും പരിഭാവനമായി കാണുന്ന മതേതര മൂല്യങ്ങളെ ചവിട്ടിമരിക്കുന്നു. ഈ രാജ്യത്ത് അഴിമതി ലോകത്ത് ഇതിനു മുമ്പുണ്ടാകാത്ത നിലയിൽ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അഴിമതി എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നിയമപരമായ ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിയമപരമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ബോണ്ട് പോലെയുള്ള വലിയ ഭീമമായ അഴിമതികൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. PM കെയർ പോലെയുള്ള പദ്ധതികളിൽ 12,000-ലേറെ കോടി രൂപ ലഭിച്ചിട്ട് എവിടെ പോയി എന്നുള്ളത് പോലും പറയാൻ നമ്മുടെ നാട് കഴിയുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് അധികാരത്തിൽ ഏറാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന പേരിൽ പുതിയ പുതിയ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നു. അന്ന് വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചൊരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇവിടെ നിന്ന് UDFന്റെ ആയാലും LDFന്റെ ആയാലും പ്രതിനിധി പോയാൽ ഒരേ ഫലം തന്നെയല്ലേ ഡൽഹിയിൽ? അത് BJP വിരുദ്ധ മുന്നണിയുടെ ഭാഗമല്ലേ? ഇല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. ആ പറയുന്നത് LDFന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ഇതിനൊരു വസ്തുതയില്ല. കാരണം എന്താ, രാജ്യത്ത് ഗവൺമെന്റ് രൂപീകരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് ക്ഷണിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കണം. കോൺഗ്രസ് ഒറ്റകക്ഷിയാണെങ്കിലേ കോൺഗ്രസിനെ ക്ഷണിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ഈ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭ്യമായാൽ മാത്രമാണ് കോൺഗ്രസിനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കത്തുള്ളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഏറ്റവും കുറച്ച് സീറ്റിൽ ഇത്തവണ മത്സരിക്കാൻ പോകുന്നത്. അതും ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന അനൗപചാരിക സഖ്യത്തിന്റെ ഭാവിയെ കരുതിക്കൊണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളിപ്പോൾ നിലവിൽ 303 സീറ്റുകളാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, മത്സരിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 443-ൽ 303 സീറ്റുകൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടി ചെയ്യാത്ത രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ പലയിടത്തും ചെയ്യും. അതെന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യം നേരിടുന്ന ഭീഷണി, അപകടം, ആ അപകടം ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കോൺഗ്രസ് അവിടെ അല്ലല്ല, ഒരു സെക്കൻഡ്, അതെന്ന് വെച്ചാൽ BJP വിരുദ്ധ മുന്നണി ശക്തിപ്പെടുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഗ്യാരണ്ടിയോടെ വിശ്വസിക്കാവുന്ന കൂട്ടരാണ് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതു മുന്നണി അല്ലെ? അത് ഗ്യാരണ്ടിയോടെ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായിട്ടും ഗ്യാരണ്ടിയോടെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മുൻകാല ചരിത്രം UPA ഗവൺമെൻറ് കാലത്ത് നല്ല അനുഭവം അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. രണ്ടാം UPAയുടെ കാലത്ത് അങ്ങനെയല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഇന്ത്യ അല്ല, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെയെന്ന് വെച്ചാൽ ഒന്നാം UPAയുടെ കാലത്ത് പോസ്റ്റ് ഇലക്ഷൻ ധാരണയാണത്. ഒന്നാം UPAയുടെ കാലത്ത് ഗവൺമെന്റ് എല്ലാ പിന്തുണ ഇവർ നൽകിയല്ലോ. പക്ഷേ രണ്ടാം UPAയുടെ കാലത്ത് പിന്തുണ നൽകാതിരുമെന്ന് പറഞ്ഞ ന്യായീകരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചു പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, അതൊക്കെ ഒരു മുന്നണി എന്ന ധാരണയിലൂടെ വന്നിട്ടുള്ളതല്ല. ഇത്തവണ മുന്നണി എന്ന ധാരണയിലാണ് വന്നത്. കാതലായ വ്യത്യാസമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഒരു കാര്യം പറഞ്ഞു വന്നത്, അപ്പോൾ ദേശീയ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച സർക്കാരാണ്. ചെറുപ്പക്കാരെ 2 കോടി തൊഴിൽ ദിനം നൽകാമെന്ന് പറഞ്ഞ് പഞ്ചിച്ചു. പാവപ്പെട്ട വീട്ടമ്മമാർക്ക് 500 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. നാട്ടിലെ ആളുകൾക്കെല്ലാം 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. 35 രൂപയ്ക്ക് ഡീസൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ നാട് മുഴുവനുള്ള ആളുകളെ, എല്ലാ വിഭാഗം ആളുകളെയും പറ്റിച്ച ഒരു സർക്കാർ ഇപ്പൊ വീണ്ടും ചില വാഗ്ദാനങ്ങളുമായി രംഗത്ത് ശരി റോയ്.